ഓക്കെ, നമുക്ക് കീർത്തനം ആദ്യം ചെയ്യാം. ഹരേ കൃഷ്ണ. ജയ രാധാ മാധവ കുഞ്ച വിഹാരി. ജയ രാധാ മാധവ കുഞ്ച വിഹാരി. जय गोपी जनवल्लभ जय गिरिवरधारी. जय गिरिवरधारी. जय गोपी जनवल्लभ जय गिरिवरधारी. जय यशोधनन्दन जय बुद्धनन्दन. जय यशोधनन्दन जय बुद्धनन्दन. जय यमुना तीरवनचारी. जय कुंज विहारी. जय यमुना तीरवनचारी. जय कुंज विहारी. जय राधा माधव जय कुंज विहारी. जय राधा माधव जय कुंज विहारी. हरे कृष्णा 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्णा 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्णा 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 हरे हरे. हरे राम 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 हरे हरे. जय राधा माधव राधा माधव राधे. जय राधा राधा माधव राधे. जय राधा गोकुल नंदन राधा नंदन राधे. जय जगन्नाथ बलदेवा जय सुभद्रा. जय जगन्नाथ बलदेवा जय सुभद्रा. जय गौरानिताय जय गौरानिताय. गौरानिताय जय गौरानिताय. जय गौरानिताय जय गौरानिताय. गौरानिताय जय गौरानिताय. जय जय प्रभुपाद प्रभुपाद
Prabhupada Jaya Jaya Prabhupada Jai Jaya Jai Jaya Prabhupada, Prabhupada, Prabhupada Jai Jai Prabhupada Jaya Jaya Gurudev Gurudev Jaya Jaya Gurudev Jaya Jaya Gurudev Gurudev Gurudev, Jai Jai जय श्री राधा माधव की जय जगन्नाथ बलदेव सुंदर महान की जय नरसिंह भगवान की जय गौरंदाय की जय श्लोकोपात की जय परिणाम संग्रह सुदेव की जय गौर ब्रह्मानंदी हरि हरि बोल। Hare Krishna. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് ഈ ഒരു അവസരം തന്ന എല്ലാ ഭക്തർക്കും എന്റെ പ്രണാമം. ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ കൊണ്ട് ശരിയായ രീതിയിൽ പറയുന്നതിന് വേണ്ടി എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ എല്ലാവരുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് കാൻഡോ അധ്യായം 5 ശ്ലോകം 37 ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിക്കാനല്ല, ശരിക്കും നമ്മൾ ഒന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ വിഷ്ണുപദായ കൃഷ്ണപേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനാമിനെ നമ. ആചാര്യപദായ നേതായ കൃപപ്രദായ ഗൗരഗദാമതായ നഗരഗ്രാമതാരനെ നമോ വിഷ്ണുപദായ കൃഷ്ണപേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമോ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്ലോകം 37. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. വിവർത്തനം ഭാഗവതം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ഭഗവാന്റെ പൂർണ്ണാംശ വിസ്തരണങ്ങളായ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നിവരടക്കം വാസുദേവന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് ഏവർക്കും ജപിക്കാം. ഭാവാർത്ഥം. പഞ്ചരാത്രം അനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷന്റെ സർവ വിസ്തരണങ്ങൾക്കും ആദി കാരണം നാരായണനാകുന്നു. വാസുദേവനും സംഘർഷണനും പ്രദ്യുമ്നനും അനിരുദ്ധനുമൊക്കെ വിസ്തരണങ്ങളിൽ ഉൾപ്പെടുന്നു. വാസുദേവനും സംഘർഷണനും മധ്യത്തിൽ, ഇടത്തും വലത്തും പ്രദ്യുമ്നൻ, സംഘർഷണൻ വലത്തും, അനിരുദ്ധൻ വാസുദേവന്റെ ഇടത്തും. ഇപ്രകാരം 4 ദൈവതങ്ങളും സ്ഥാപിതമായിരിക്കുന്നു. അവരെ ഭഗവാന്റെ സഹായകർത്താക്കളും രഹസ്യ കാര്യദർശികളുമായി വിശേഷിപ്പിക്കുന്നു. ഓംകാര പ്രണവത്തിൽ ആരംഭിക്കുന്ന വേദശ്ലോകമാണിത്. അപ്രകാരം ഓം നമോ ധീമഹി തുടങ്ങിയ അതീന്ദ്രിയ ജപ പ്രക്രിയയിൽ മന്ത്രത്തെ അംഗീകൃതമാക്കിയിരിക്കുന്നു. നിയാമകമായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കാത്ത യാതൊരു ഫലോദിഷ്ട കർമ്മ വ്യവഹാരത്തെയും പ്രായോഗിക ജ്ഞാന തത്വശാസ്ത്ര നടപടി വിവരണത്തെയും നിഷ്പ്രയോജനങ്ങളായി കരുതുന്നു. ഉത്തരോത്തരമായ പ്രക്രിയയാൽ സമൃദ്ധമാകുന്ന ഭക്തിയുത സേവന കർമ്മങ്ങൾ ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ഉറ്റബന്ധത്തെ പുഷ്ടിപ്പെടുത്തുന്നു. ഇപ്രകാരം സ്വാനുഭവത്തിൽ നിന്നും ശ്രീ നാരദ മഹർഷി കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിന്റെ സവിശേഷതയെ വിശദമാക്കി. അത്തരത്തിലുള്ള ഭഗവത് അതീന്ദ്രിയ ഭക്തിയുടെ ക്രമമായ വികാസം മുന്നേറ്റം ഭഗവാന്റെ പ്രേമയുത സേവന പ്രാപ്തിയുടെ പരമകോടിയിൽ എത്തിച്ചേരുന്നതിനെ പ്രേമ എന്നും
പ്രേമമെന്നും വൈവിധ്യമായ അതീന്ദ്രിയ പ്രേമത്തെ രസമെന്നും വിശേഷിപ്പിക്കുന്നു. അത്തരം ഭക്തിയുത സേവനത്തെ ബലോദ്ദിഷ്ട കർമ്മത്തിന്റെയും അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാന തത്വ ശാസ്ത്രപരമായ ഊഹാപോഹങ്ങളുടെയും സംയുക്ത രൂപത്തിലും നിർവഹിക്കപ്പെടുന്നു. ആത്മീയാചാര്യൻ മുഖാന്തരം ശ്രീ സൂത ഗോസ്വാമി പ്രാപ്തമാക്കിയ സംപ്രാപ്തിയുടെ രഹസ്യ വിഭാഗത്തെ സംബന്ധിച്ച് ശ്രേഷ്ഠനായ ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള മുനിമാർ ഉന്നയിച്ച അന്വേഷണത്തിന് ഉത്തരമായി ഇതിൽ 33 അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ഈ ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിശദമാക്കിയിരിക്കുന്നു. ഈ മന്ത്രം 4 ദൈവതങ്ങളെയും അഥവാ ഭഗവാനെയും ഭഗവാന്റെ പൂർണ്ണാംശ വിസ്തരണങ്ങളെയും അഭിസംബോധന ചെയ്യുന്നു. പൂർണ്ണ അധികാരമുള്ള പൂർണ്ണാംശങ്ങൾ ഭഗവാന്റെ സഹായികളും രഹസ്യ കാര്യദർശികളുമാകയാൽ പരമമായ ആകാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റേതാകുന്നു. നിർദ്ദേശത്തിന്റെ അതീവ രഹസ്യമായ ഭാഗം എന്നത് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യങ്ങളുടെ കൂടെ ഭഗവാന്റെ വ്യത്യസ്ത പൂർണ്ണാംശ വിസ്തരണങ്ങളായ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ എന്നിവരെ സദാ സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ്. വിഷ്ണു തത്വം അല്ലെങ്കിൽ ശക്തി തത്വം എന്ന നാമധേയത്തിലുള്ള മറ്റെല്ലാ സത്യങ്ങളുടെയും യഥാർത്ഥ ദേവ പ്രതിഷ്ഠകളാണ് ഈ വിസ്തരണങ്ങൾ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇതില് ഈ അധ്യായത്തില് നമുക്ക് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങളാണ്. അതിൽ നമ്മൾ നാരദ മഹർഷിയുടെ പൂർവ്വചരിത്രത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചരാത്ര വിധി അനുസരിച്ച് നാരായണനാകുന്നു സർവ്വവിസ്തരണങ്ങളുടെയും ആദികാരണം എന്ന് പറയുന്നു. പിന്നെ ഓംകാര മന്ത്രത്തിന്റെ പറയുന്നു. പിന്നെ എന്താണ്, സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അധ്യായത്തില് നമ്മൾ നാരദ മഹർഷിയുടെ പൂർവ്വ ജന്മത്തിനെ കുറിച്ചൊക്കെ വിവരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഒരു 14 കാര്യങ്ങൾ പറയുന്നുണ്ട്. നാരദ മഹർഷിയുടെ ആ പൂർവ്വചരിത്രത്തില് നാരദ മഹർഷി ഭക്തനായി മാറിയതും ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതും അതിനെക്കുറിച്ച് വിശ്വനാഥ ചക്രവർത്തി ഒരു 14 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് 12-ാമത്തെ കാര്യമായ പ്രേമ സ്റ്റേജ്, അതിനെ കുറിച്ച് ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ 14 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് സദാം കൃപ, അതായത് ഭഗവത് ഭക്തരുടെ കൃപ. നാരദ മഹർഷിയുടെ ചരിത്രത്തിൽ അങ്ങനെയായിരുന്നു. ഭഗവത് ഭക്തരുടെ കൃപ, ആദ്യം ഭഗവത് ഭക്തരുടെ കൃപ, അതാണ് സദാം കൃപ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു മഹത് സേവ, അതായത് ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരെ സേവിക്കുന്നത്. അത് പറയുന്നു. 2-ാമത്തെ സ്റ്റേജ് അതാണ് മഹത് സേവ. 3 പറയുന്നു ശ്രദ്ധ എന്ന് പറയുന്നത് വിശ്വാസം, നമുക്ക് ഭഗവാനോടുള്ള ആ വിശ്വാസം. പിന്നെ പറയുന്നു ഗുരുപാദ ആശ്രയ, അതായത് ഗുരുവിന്റെ ആശ്രയം എടുക്കുന്നതിനാണ് ഗുരുപാദ ആശ്രയ. പിന്നെ പറയുന്നു ഭജനേഷു അതായത് ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു ഉത്സാഹം. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് സേവനം. ഇതെല്ലാം നമ്മുടെ അതായത് മറ്റെല്ലാ കാര്യത്തിനേക്കാളും പ്രാധാന്യം നമ്മൾ ഭക്തിയുത ഭഗവത് സേവനത്തിന് കൊടുക്കുന്ന ആ നിഷ്ഠ. പിന്നെ പറയുന്നു രുചി, അതായത് ഭൗതികമായുള്ള ഇന്ദ്രിയങ്ങളുമായി യാതൊരു താല്പര്യമില്ലാതെ ഭക്തിയുത സേവനങ്ങളിൽ മാത്രം താല്പര്യമാണ്. നമുക്ക് ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ്, ആ രുചി. പിന്നെ പറയുന്നു ആസക്തി എന്ന് വെച്ചാൽ ഭഗവാനോട് പൂർണ്ണമായിട്ടുള്ള ആകർഷണം. അത് കഴിഞ്ഞ് രതി എന്ന് പറയുന്നത് ഭാവം, ആ ഒരു ഭാവ സ്റ്റേജ് അത് പറയുന്നു. അത് കഴിഞ്ഞ് വരുന്ന അടുത്തതാണ് പ്രേമം എന്ന് പറയുന്ന ഇതിനെ കുറിച്ചാണ് നാരദ മഹർഷിയുടെ ജീവിത ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. നമ്മൾ പഠിച്ചത് പറഞ്ഞിട്ടുള്ളതാണിത്. അപ്പൊ ആ പ്രേമ സ്റ്റേജ് അതിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സുത ഗോസ്വാമിയോട്
ശൗനകാദി നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ഋഷിമാരുടെ നേതാവായിട്ടുള്ള ശൗനകാദി ഋഷികള് ആറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതില് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഏവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചത്. അതിനുള്ള ഉത്തരം പറയുന്നതാണ് ഭക്തിയുത ഭഗവത് സേവനം. ആ ഭക്തിയുത ഭഗവത് സേവനം നമ്മള് ചെയ്തു വരുമ്പോൾ ഭക്തിയുത ഭഗവാന് ഫുൾ സറണ്ടർ ആയിട്ട് നമ്മൾ വേറെ ഒന്നുമില്ല ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ദൃഢമാവുകയും പുഷ്ടിപ്പെടും. നമ്മൾ ഭഗവാനും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം പുഷ്ടിപ്പെടും, അത് ദൃഢമായിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭഗവാന് വേണ്ടി ഭക്തിയുത ഭഗവത് സേവനം എന്തും ചെയ്യാനായിട്ടുള്ള ചെയ്യും. ഭഗവാന് വേണ്ടി, ഭഗവാൻ അല്ലാതെ നമുക്ക് വേറെ ആരും ഇല്ല. ഭഗവാന് ഇന്ദ്രിയങ്ങളെയും ഭഗവാനെ മാത്രം സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ വരുന്ന ആ ഭഗവാനുമായിട്ടുള്ള ആ സ്നേഹബന്ധം ഉറപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രേമം. അത് നമുക്ക് കിട്ടുന്നത് ഭക്തിയുത ഭഗവത് സേവനത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതിന് നമ്മൾ ആദ്യം നാമജപവും ഒരു ഭക്തിയുത ഭഗവത് സേവനമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഭഗവാന് വേണ്ടി എല്ലാ തരത്തിലും നമ്മൾ പ്രസാദം ഭോഗ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ക്ലീൻ ചെയ്യുന്നു, എന്തും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം നമ്മൾ ഭഗവാനായിട്ട് അർപ്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ ആ ഒരു പ്രേമം നമുക്കുണ്ടാവും ഭഗവാനില്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രേമ സ്റ്റേജ്. അതിനെ നമ്മൾ വൈവിധ്യമായ അതീന്ദ്രിയ പ്രേമത്തെ നമ്മൾ രസം എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെയും പറയും, രസം എന്നും പറയുന്നു. ആ ഒരു രസത്തെ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രേമം എന്ന് പറയുന്നത്. അത് നാരദ മഹർഷിക്ക് അങ്ങനെ പ്രേമം ലഭിച്ച് അതിനുശേഷമാണ് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത്. അതാണ് അവസാനം പറയുന്ന പ്രേമം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദർശനം, അതായത് വിജ്ഞാനം, അനുഭവങ്ങൾ, സ്വരൂപം മനസ്സിലാക്കി ഭഗവാനെ സേവ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഹരേർ മാധുര്യാനുഭവ എന്നാ പറയുന്നത്. ഹരേർ മാധുര്യാനുഭവം, അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജ്. അതായത് ഭഗവാന്റെ മാധുര്യം നേരിട്ട് അനുഭവിക്കുന്നത്. നാരദ മഹർഷിക്ക് അവസാനം ഭഗവാനെ ദർശനം ലഭിക്കും കുറച്ചു നേരത്തേക്ക്. ആ ദർശനം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ആ ദർശനം ലഭിച്ചിട്ട് ഭഗവാൻ പറയും, ഇനി ഈ ജന്മത്തിൽ നാരദ മഹർഷിക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ ആ ദർശനം കൊണ്ട് തന്നെ നാരദ മഹർഷി ഭഗവാനെ കൂടുതൽ സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഭൗതികമായ ശരീരം ഉപേക്ഷിച്ചിട്ട് നാരദ മഹർഷിയായിട്ട് പിന്നീട് വരികയും ചെയ്യും. അതുപോലെ ആ 12ാമത്തെ ആ അവസ്ഥയാണ് പ്രേമം എന്ന് പറയുന്ന ആ അവസ്ഥയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നമുക്കറിയാം ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാതെ നമുക്ക് ഭഗവാന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നമുക്കറിയാം അജാമളന്റെ സ്റ്റോറിയൊക്കെ അറിയാം. അദ്ദേഹം നാരായണ എന്ന പുത്രനെ വിളിച്ചെങ്കിലും അവസാന സമയത്ത് നാരായണ എന്ന് പുത്രനെയാണ് വിളിച്ചത്. പക്ഷെ ഭഗവാൻ അത് ഭഗവാനെയാണെന്ന് വിചാരിച്ചിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിന് സേവ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ശരീരം നൽകി. അതിനുശേഷമാണ് അദ്ദേഹം ഭഗവാന്റെ അരികിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്, പഞ്ചരാത്രം അനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷന്റെ സർവ്വ വിസ്തരണങ്ങൾക്കും ആദ്യ കാരണം നാരായണനാകുന്നു എന്ന് പറയുന്നു. അതായത് പാഞ്ചരാത്ര വിധി അനുസരിച്ചിട്ടാണ് നമ്മള് പഞ്ചരാത്ര വിധിയും ഭാഗവത വിധിയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇസ്കോണില് ഭഗവാനെ സേവ ചെയ്യുന്നത്. പഞ്ചരാത്രിക വിധി എന്ന് പറയുന്നത് നരനാരായണ ഋഷിമാര് 5 ദിവസം 5 രാത്രിയും 4 പകലും ആയിട്ട് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പഞ്ചരാത്രിക വിധി. അതെന്ന് പറയുന്നത് വർഷിപ്പ്, ഭഗവാനെ ഡീറ്റി വർഷിപ്പും ഗായത്രി മന്ത്ര ജപവുമാണ് പാഞ്ചരാത്രിക വിധി അനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതില് നമുക്ക് കംപ്ലീറ്റ്ലി അതെന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ജെൻഡർ ആണ്, അതീന്ദ്രിയമാണ്. ഇതില് പാഞ്ചരാത്രിക വിധി നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് പാഞ്ചരാത്രിക വിധി എന്ന് പറയുന്നത്. ഇത് ഹരിഭക്തി വിലാസത്തില് ഇതിന്റെ ഹരിഭക്തി വിലാസത്തിന്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് പാഞ്ചരാത്രിക വിധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പാഞ്ചരാത്രിക വിധി നരനാരായണ ഋഷിമാര് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം ശിവഭഗവാൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ 2 പ്രാവശ്യം നാരദ മഹർഷിക്ക് ഈ പാഞ്ചരാത്രിക വിധി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നാരദ മഹർഷി അത് വ്യാസദേവന് പകർന്നു കൊടുക്കുകയും വ്യാസദേവൻ അങ്ങനെ ആ ഇതിലൂടെയാണ് നമുക്ക് പാഞ്ചരാത്രിക വിധി അനുസരിച്ച് സേവ ചെയ്യുന്നതിനൊക്കെ അത് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കിട്ടിയിരിക്കുന്നത്.
അതുപോലെ തന്നെ പാഞ്ചരാത്രിക വിധി അനുസരിച്ചിട്ട് നമ്മൾ ഡീറ്റി വർഷിപ്പും ഗായത്രി മന്ത്ര ജപവും ഇതൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഭാഗവത വിധിയിലേക്ക് എത്താൻ കഴിയുന്നത്. ഭാഗവത വിധിയില് എന്ന് പറയുന്നത് ഭഗവാന്റെയോടുള്ള ഭക്തിയും പിന്നെന്താണ് സങ്കീർത്തനം, അല്ലെ, നാമസങ്കീർത്തനം, ഇത് രണ്ടുമാണ് ഭാഗവത വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭാഗവത വിധിയിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ അടുക്കലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോ ഇതില് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതുപോലെ നാരദ മഹർഷിയുടെ പഞ്ചരാത്ര വിധി നാരദ മഹർഷിയാണ് നമുക്ക് എന്താണ് ഭഗവാനെ എങ്ങനെ വർഷിപ്പ് ചെയ്യണം എന്ന് പരമ്പരയിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, പാഞ്ചരാത്രി വിധി അനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷന്റെ സർവ്വ വിസ്തരണങ്ങൾക്കും ആദി കാരണം നാരായണനാകുന്നു എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, വാസുദേവന് സംഘർഷണം, പ്രദ്യുമ്നൻ, അനിരുദ്ധനും ഒക്കെ വിസ്തരണങ്ങൾ ഉൾപ്പെടുന്നു. നമുക്കറിയാം ഭഗവാനിൽ നിന്നുള്ള വിസ്തരണങ്ങൾ, അതുപോലെ തന്നെ ഈ വിസ്തരണങ്ങളെ എല്ലാം ഭഗവാന്റെ സഹായകർത്താക്കളും രഹസ്യ കാര്യദർശികളുമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ചതുർവ്യൂഹങ്ങളായിട്ടുള്ള ആരൊക്കെയാണ്? വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ എന്നിവരെ എന്താണ് രഹസ്യ കാര്യദർശികളായിട്ടും സഹായകർത്താക്കളായിട്ടുമാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം ഭഗവാന്റെ വിസ്തരണങ്ങൾ വരുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ബലരാമൻ വരുന്നു, ബലരാമസ്വാമിയിൽ നിന്ന് പിന്നെന്താണ് ആദ്യത്തെ ചതുർവ്യൂഹമായിട്ടുള്ള വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, ഈ 4 ചതുർവ്യൂഹങ്ങൾ ഉണ്ടാകുന്നു. അതിലുള്ള സംഘർഷണിൽ നിന്നിട്ട് നാരായണൻ ഉണ്ടാകുന്നു. ആ നാരായണനിൽ നിന്നാണ് വീണ്ടും രണ്ടാമത്തെ ചതുർവ്യൂഹമായിട്ടുള്ള എന്താണ് വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, അത് രണ്ടാമത്തെ ചതുർവ്യൂഹമാണ്. ആ രണ്ടാമത്തെ ചതുർവ്യൂഹത്തിൽ നിന്നാണ് ചതുർവ്യൂഹത്തിലെ സംഘർഷണനിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്നതാണ് 3 പുരുഷാവതാരങ്ങൾ. അതായത് കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകായി വിഷ്ണു. ഈ 3 പുരുഷാവതാരങ്ങൾ ആ രണ്ടാമത്തെ ചതുർവ്യൂഹമായ സംഘർഷണനിൽ നിന്ന് ഉണ്ടാകുന്നു. ആ കാരണോദകശായി വിഷ്ണുവിനെയാണ് നമ്മൾ മഹാവിഷ്ണു എന്ന് പറയുന്നത്. ആ മഹാവിഷ്ണു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിൽ ആദ്യത്തെ വിസ്തരണമാണ് മഹാവിഷ്ണു എന്ന് പറഞ്ഞത് കാരണോദയ വിഷ്ണുവാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ് അനേകം പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുകയും അത് സംഹരിക്കുകയും ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ എന്താണ് ഉച്ഛ്വാസത്തിൽ നിന്ന് അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടാകുകയും നിശ്വസിക്കുമ്പോൾ എന്താണ് അതെല്ലാം ഇല്ലാതായി തീരുകയും ചെയ്യും. ആ പ്രപഞ്ചങ്ങളിലെല്ലാം തന്നെ എന്താണ് ഗർഭോദകശായി പ്രവേശിക്കുകയും അദ്ദേഹം സ്വയം ജലം ശരീരത്തിൽ നിന്ന് വിയർപ്പിൽ നിന്ന് ജലം ഉണ്ടാക്കി അതിൽ എന്താണ് ശയിച്ചുകൊണ്ട് ആ എന്താണ് ഗർഭോദകായ വിഷ്ണുവിന്റെ പൂക്കൾ കൊടിയിൽ നിന്നും വരുന്ന താമരത്തണ്ടിലാണ് ബ്രഹ്മാവ് ആ രണ്ടാമത്തെ ക്രിയേഷൻ ചെയ്യുന്ന ബ്രഹ്മദേവൻ ജനിക്കുന്നത്. ആ താമരത്തണ്ടിലാണ് 14 ലോകങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ആദ്യത്തെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഭഗവാൻ ചെയ്യുന്നു. സെക്കൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് പിന്നീട് ബ്രഹ്മദേവൻ ചെയ്യുന്നു. അതായത് നമുക്കറിയാം എല്ലാം സൃഷ്ടിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ആരാണ്? ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. അത് വച്ചിട്ട് ആ മെറ്റീരിയൽസ് വച്ചിട്ട് എന്താണ് ഓരോ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മദേവനാണ്. നമുക്കറിയാം കുശവൻ കുടം നിർമ്മിക്കുന്നത് പോലെ ആ മണ്ണ് ആരാണ് നൽകുന്നത്? ഭഗവാന്റെ സൃഷ്ടിയാണ് ഫസ്റ്റ് ക്രിയേഷൻ. സെക്കൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് ആ മണ്ണ് കൊണ്ട് എന്ത് ചെയ്യുന്നു? കുടം ഉണ്ടാക്കുന്നു കുശവൻ. അതാണ് ബ്രഹ്മദേവൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം നമ്മുടെ ഇതിൽ നിന്ന് 3-ൽ 4 ഭാഗവും ആധ്യാത്മിക ലോകമാണ്. അതിൽ 4-ൽ 1 ഭാഗം മാത്രമാണ് ഭൗതിക ലോകമുള്ളത്. ആ ഭൗതിക ലോകത്തിലാണ് എന്താണ് പിന്നീട് എന്താണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അതില് എന്താണ് ഗർഭോദകശായി വിഷ്ണു പോകുന്നതും അതില് ആ പ്രപഞ്ചത്തിന്റെ ഒരു സൈഡില് ക്ഷീരോദകശായി വിഷ്ണു ക്ഷീരസാഗരത്തിൽ ശയിക്കുകയും അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് വരുന്ന എന്താണ് 6 ഇതായിട്ട് പറയുന്നത്. എന്താണ് ലീലാവതാര, ഗുണാവതാര, ആവേശാവതാര, യുഗാവതാര, മന്വന്തരാവതാര, ഇങ്ങനെയുള്ള അവതാരങ്ങൾ 6 പിന്നീട് ക്ഷീരോദകശായി വിഷ്ണുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ക്ഷീരോദക വിഷ്ണുവാണ് നമ്മുടെ എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ പരമാത്മാ രൂപേണ സ്ഥിതി ചെയ്യുന്നത് ക്ഷീരോദകശായി വിഷ്ണുവാണ്.
അപ്പോ അതിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഇതില് പറയുന്നത് എന്താണ്? പ്രദ്യുമ്നൻ, വാസുദേവൻ, അനിരുദ്ധൻ എന്നിവരെയെല്ലാം നമ്മൾ സഹായകർത്താക്കളും രഹസ്യ മാർഗദർശികളുമായിട്ട് കണക്കാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാവിഷ്ണു എന്ന് പറയുന്നത് കാരണോദയ വിഷ്ണുവിനെയാണ് പറയുന്നത്. ആദ്യത്തെ അവതാരമാണ്. അദ്ദേഹമാണ് സമയത്തിന്റെയും പ്രകൃതിയുടെയും കാര്യകാരണങ്ങളുടെയും മനസ്സിന്റെയും അഹംബോധത്തിന്റെയും പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും വിശ്വരൂപത്തിന്റെയും ഒക്കെ പ്രഭു എന്ന് പറയുന്നത് ഈ മഹാവിഷ്ണുവിനെയാണ്. ഈ മഹാവിഷ്ണുവാണ് ഭൗതിക പ്രകൃതിക്ക് മേല് ദൃഷ്ടി ഒരു നോട്ടം ഇതാക്കുമ്പോൾ തന്നെ പ്രകൃതി എന്താണ്? പ്രക്ഷുബ്ധമാവുകയും ഭൗതിക വസ്തുക്കള് ജീവസത്തകളെ ഗർഭധാനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നെന്താണ്? മഹാവിഷ്ണുവിന്റെ വെറും ഒരു നോട്ടം കൊണ്ട് മാത്രമാണ് എന്താണ് ഈ ഒരു അവബോധം ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ മഹത്വത്വം എന്ന് പറയുന്നത്. ഈ മഹത്വത്വത്തിന്റെ അതിദേവത എന്ന് പറയുന്നത് വാസുദേവനാണ്. വാസുദേവനെയാണ് മഹത്വത്വത്തിന്റെ, ഈ പ്രകൃതി സൃഷ്ടിക്കപ്പെടുന്ന ഭഗവാന്റെ ഒരു നോട്ടം ഉണ്ടാകുന്ന ആ ഒരു അവബോധത്തിനെയാണ് മഹത്വത്വം എന്ന് പറയുന്നത്. ആരാണ് അതിന്റെ അതിദേവത എന്ന് പറയുന്നത്? വാസുദേവനാണ്. ആ മഹത്വത്വം പിന്നീട് ആ അവബോധം, ആ മഹത്വത്വം എന്ന് പറയുന്നു സൃഷ്ടിച്ചപ്പെട്ട ആ മഹത്വത്വത്തിനെ പിന്നീട് എന്താണ് ഗുണങ്ങളുടെ അനുസരിച്ചിട്ട് 3 ആയി ഡിവൈഡ് വേർതിരിക്കപ്പെടുന്നുണ്ട്. അതിൽ സത്വഗുണത്തിന്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് അനിരുദ്ധനാണ്. രജോ ഗുണത്തിന്റെ ദേവത എന്ന് പറയുന്നത് പ്രദ്യുമ്നനാണ്. ഇതിൽ അവബോധം എന്ന് പറയുന്നത് ബുദ്ധിയെ ഉൽപ്പാദിപ്പിക്കും എന്താണ് രജോ ഗുണത്തിൽ നിന്ന്. പിന്നെ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന് പറയുന്നതും അനിരുദ്ധൻ തന്നെയാണ്. പിന്നെ എന്താണ് അടുത്ത് പറയുന്നത്? തമോ ഗുണമാണ്. ആകാശത്തിന്റെയും ശ്രവണ ബോധത്തിന്റെയും ഒക്കെ ഉൽപ്പത്തിക്ക് കാരണം എന്ന് പറയുന്നത് തമോ ഗുണത്തിൽ നിന്നാണ്. ഈ പ്രപഞ്ചങ്ങളിൽ ഇത് സൃഷ്ടി ഉൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. അതായത് സംഘർഷണത്തിൽ നിന്നാണ് പിന്നീടുള്ള ക്രിയേഷൻ അവതാരങ്ങൾ വരുന്നത്. നമുക്കറിയാം 3 പുരുഷാവതാരങ്ങള്, ക്ഷീരോദക വിഷ്ണുവിൽ നിന്ന് 6 പിന്നെ അവതാരങ്ങള് ഇതൊക്കെ ഉണ്ടാവുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിധത്തിലാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഈ തമോ ഗുണത്തിന്റെ സംഘർഷണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് ഒക്കെ കൊണ്ട് തന്നെയാണ് എന്താണ് ഈ 4 ദൈവതങ്ങളെയും എന്തെന്ന് പറയുന്നത് സഹായ കർത്താക്കളെന്നും രഹസ്യ കാര്യദർശികളെന്നും പറയുന്നത്. അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംകാര പ്രണമത്തിന്റെ ആരംഭിക്കുന്ന വേദ ശ്ലോകമാണെന്നാണ് പറയുന്നത്. ഓംകാരം പ്രണവത്തിൽ ആരംഭിക്കുന്ന വേദ ശ്ലോകമാണ്. അപ്രകാരം ഓംകാരം ഓം നമോ ധീമഹി. നമുക്കറിയാം ഈ ശ്ലോകത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഓം നമോ ധീമഹി, എന്താണ് ഓം നമോ ഭഗവതേ തുഭ്യം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. അതായത് ഓം നമോ ഭഗവതേ തുഭ്യം എന്ന് പറഞ്ഞാല് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് എന്റെ പ്രണാമം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ശ്ലോകം തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഓംകാരം എന്ന് പറയുന്നത്, ഓംകാരം പ്രണവത്തിനെ കുറിച്ച് നമുക്ക് ഭഗവത്ഗീതയില് 18ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭഗവാനും ഓംകാരവും ഭഗവാനും തമ്മിൽ എന്തല്ല, വിഭിന്നമല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ അവ്യക്തിഗത ശബ്ദമാണ് എന്തെന്ന് പറയുന്നത് ഓംകാരം എന്ന് പറയുന്നത്. ഓംകാരത്തിന് 3 അക്ഷരങ്ങളാണ് ഉള്ളത്. അതായത് ആ, ഉ, മ, ഇങ്ങനെ 3 അക്ഷരങ്ങൾ ചേർന്നതാണ് ഓംകാര ശബ്ദം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അവ്യക്തിഗത ശബ്ദമാണ്. അതിന് രൂപമില്ല അല്ലെ, അവ്യക്തിഗത ശബ്ദമാണ്. പക്ഷേ നമ്മുടെ എന്താണ് കലിയുഗത്തില് നമ്മൾ നാമം ജപിക്കുന്ന നമ്മുടെ ഏക ആശ്രയം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു എന്ന് നമുക്ക് തന്നിട്ടുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ജപിക്കാനാണ്. ഈ മന്ത്രത്തിൽ തന്നെ അന്തർലീനമായിട്ടുണ്ട് എന്തെന്ന് പറയുന്നത് ഓംകാരം. ഓം എന്ന ശബ്ദം എന്താണ് അന്തർലീനമായിരിക്കുന്നുണ്ട് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ. പക്ഷെ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് വ്യക്തിഗതമാണ് അല്ലെ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭഗവാനോട് ഭഗവാനെ രാധാദേവി എന്താണ് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഭഗവാനെ വ്യക്തിഗത രൂപത്തിൽ തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓംകാര ശബ്ദം എന്താണ് അന്തർലീനമായിട്ട് ഇരിക്കുന്നുണ്ട്. ഓം എന്ന ശബ്ദം എന്ന് വെച്ചാൽ ഭഗവാനെ പ്രതിനിധീകരിക്കുന്നതാണ് ഓം എന്ന ശബ്ദം.
അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രങ്ങളുടെയും തുടക്കത്തില് ഓം എന്ന ഉച്ചാരണം നമ്മൾ ഉണ്ടാകുന്നു. പക്ഷെ അത് പലർക്കും അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഓം എന്ന് ആദ്യമേ പറയുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഓം നമ ശിവായ, അല്ലെങ്കിൽ ഓം ഗണേശായ, ഓം നമോ നാരായണായ എന്നിങ്ങനെ എല്ലാ മന്ത്രത്തിന്റെ ആദ്യത്തിൽ നമ്മൾ ഓം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഭഗവാനെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഓം എന്ന ശബ്ദം കൊണ്ട്. അപ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെ തന്നെ ഭഗവാനെ തന്നെയാണ് പ്രകീർത്തിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, നമുക്കറിയാം എന്താണ് ശുകദേവ ഗോസ്വാമി ചോദിക്കുന്ന സൂത ഗോസ്വാമി, പരീക്ഷിത് മഹാരാജാവും ശുകദേവ് ഗോസ്വാമിയും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ ഒത്തുകൂടിയിരുന്ന ഋഷിമാരുടെ കൂട്ടത്തിൽ സൂത ഗോസ്വാമിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുഖദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ അതിലൊരു മാലിന്യവും ചേർക്കാതെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു തരാൻ വേണ്ടി നിശാരണത്തിലെ ഋഷിമാർ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഏവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് എന്തെന്നുള്ളത്. അതിനുള്ള ഉത്തരമായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് അടുത്തതിൽ പറയുന്നത്. അതായത് നിയാമകമായി പരമജീവോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കാത്ത യാതൊരു ഫലോദ്ദിഷ്ട കർമ്മ വ്യവഹാരത്തെയും പ്രായോഗിക ജ്ഞാന തത്വശാസ്ത്ര നടപടി വിവരണത്തെ നിഷ്പ്രയോജനങ്ങളായി കരുതുന്നു എന്ന് പറയുന്നു. എന്താണ്? അതായത് നമ്മൾ ഭഗവാനുമായി ബന്ധിപ്പിക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം തന്നെ എന്താണ്? നിഷ്പ്രയോജനങ്ങളാണ്, ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് അല്ലെ. നമ്മള് മെറ്റീരിയൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. എല്ലാവരുടെ അടുക്കലേക്കും ഭഗവാന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആരിൽ കൂടിയെങ്കിലും അത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രമിക്കും. പക്ഷെ മനസ്സിലാക്കാതെ ബുദ്ധിയുള്ളവർ അതിനെ എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ രീതിക്ക് പ്രവർത്തിക്കും. പക്ഷെ ബുദ്ധി ഇല്ലാത്തവരെന്താണ്? ആസുരിക സ്വഭാവികൾ അതിനെ റിജക്ട് ചെയ്യും. അങ്ങനെയുള്ളവർ ചെയ്യുന്ന പല ആൾക്കാരും പറയാറുണ്ട്, നമ്മൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഭഗവാനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ ഒരു ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ ചാപ്റ്ററില് 10ാമത്തെ ശ്ലോകത്തെ തദ്വായസ തീർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനുമായി ബന്ധപ്പെടാത്ത എന്ത് സാഹിത്യങ്ങളെയും എന്തെന്ന് പറയുന്നു? കാക്കകളുടെ തീർത്ഥാടന സ്ഥലം പോലെയാണെന്നാണ് പറഞ്ഞത് അല്ലെ. കാക്കകളുടെ തീർത്ഥാടന സ്ഥലം എന്ന് പറയുന്നത് ചപ്പുചവറുകൾക്കുള്ളിലാണ്. ആ ചപ്പുചവറുകൾ പോലെ ഒരു ഉപയോഗം വേസ്റ്റ് നമ്മൾ കളയുന്ന അതുപോലെയാണ് എന്തെന്ന് പറയുന്നത്? ഭഗവാനുമായി ബന്ധിപ്പിക്കാത്ത എല്ലാ കാര്യത്തിനെയും പറയുന്നത്. അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. പക്ഷെ നമുക്ക് എന്താണ്? ഭക്തിയുത സേവനം ഭഗവാനുമായി ബന്ധിപ്പിച്ച് എന്ത് കാര്യം ചെയ്യുന്നു അതിന് എന്താണ്? നമുക്ക് ഈ ജന്മത്തിൽ അല്ലെ അടുത്ത ജന്മത്തിൽ നമുക്ക് അതിനൊരു പ്രയോജനം ഉണ്ടാകും. നമ്മൾ എവിടെയാണോ നമ്മൾ നിർത്തിയത് അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയാം. അല്ലാതെ നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മള് ഒരുപാട് ഡിഗ്രി എടുത്തു, ഒരുപാട് പഠിച്ചു, ഒരുപാട് ഇതെല്ലാം ചെയ്തു, പക്ഷെ ഭഗവാന്റെ കാര്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെ വരുമ്പോ അതെന്താണ്? നമ്മൾ അടുത്ത ജന്മത്തിൽ ജനിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒന്നേന്ന് നമ്മൾ അക്ഷരം എഴുതി പഠിച്ച് അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ ഭഗവാന്റെ കാര്യം ഭക്തിയുത ഭഗവത് സേവനം ചെയ്ത് ഭഗവാനും ബന്ധപ്പെട്ട എല്ലാ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് നമുക്ക് തുടർന്ന് പോകാൻ കഴിയും. അതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോൾ 24 മണിക്കൂറും ഭഗവാനെ സ്മരിക്കണം എന്ന് പറയും. പക്ഷെ നമുക്ക് എന്താണ്? അങ്ങനെ സ്മരിക്കാൻ നമുക്ക് കഴിയും. എങ്ങനെയാണ്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ ഭഗവാനെ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നമുക്ക് എന്താണ്? എപ്പോഴും നമ്മൾ ഭഗവാൻ എന്താണ് സ്മരിക്കണം. ഭഗവാന്റെ കൃപ കൊണ്ടാണ് എനിക്ക് സന്തോഷം ലഭിച്ചത്. അല്ലെങ്കിൽ ഒരു ദുഃഖം വന്നാലും നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ കൃപയാണെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു ഇത് നമ്മളോട് ചെയ്യുന്നത്. ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെ കൂടുതൽ ആശ്രയിക്കും. അപ്പൊ നമുക്ക് ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിയും. അതാണ് ഭഗവാന്റെ ഉദ്ദേശം. പിതാവ് പുത്രനെ എപ്പോഴും എന്താണ്? അടുക്കൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഭഗവാന്റെ ഭക്തന്മാരെന്താണ്? ഭഗവാന്റെ മക്കളാണ് എല്ലാ ജീവാത്മാക്കൾ. ആ ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അരികിലേ ഉണ്ടാവണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ദുഃഖാലയമായിട്ടുള്ള ഈ ഭൗതികലോകത്തിൽ വന്ന് ദുഃഖങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ അരികിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി.
പക്ഷെ ഭഗവാനെ അടുക്കാതെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതുകൊണ്ടൊക്കെ തന്നെ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് പറയുന്നത്, ഉത്തരോത്തരമായ പ്രക്രിയയിൽ സമൃദ്ധമാകുന്ന ഭക്തിയുത സേവന കർമ്മങ്ങൾ ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ഉറ്റബന്ധത്തെ പുഷ്ടിപ്പെടുത്തും. പക്ഷെ നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാം ചെയ്യുമ്പോൾ നമ്മളും ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം പുഷ്ടിപ്പെടും, ദൃഢമാവും. അങ്ങനെ ഭക്തിയുത സേവനം ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് സ്റ്റേജിൽ എത്തുന്നത്, പ്രേമ സ്റ്റേജിലേക്ക് എത്തുന്നത്. പിന്നെ പറയുന്നുണ്ട് എന്താണ് ഈ വിസ്തരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും ഭഗവാൻ ഈ ശ്ലോകത്തില് എന്താണ് ഭഗവാന്റെ ഈ 4 ചതുർവ്യൂഹങ്ങളില് എന്താണ് ഭഗവാൻ കാണുന്നത്. അത് പൂർണ്ണ അംശങ്ങളാണ് ഭഗവാന്റെ പൂർണ്ണ അംശങ്ങളാണ് ഈ വാസുദേവ, സംഘർഷണ, അനിരുദ്ധ, പ്രദ്യുമ്ന എന്ന് പറയുന്നത്. അവർ പക്ഷെ ആകാരത്തില് വ്യത്യസ്തമായിരിക്കും. ആകാരത്തില് ഭഗവാൻ എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് ദ്വിഭുജനാണ്. പക്ഷെ ഈ ബാക്കി ഈ വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ ഇവരെല്ലാം തന്നെ എന്താണ് ചതുർബാഹ രൂപങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ വൈകുണ്ഠ ലോകങ്ങളിലും ഓരോ എന്താണ് വിഷ്ണു തത്വങ്ങൾ അവർ ഉണ്ടാകുന്ന അവരെല്ലാം എന്താണ് ചതുർബാഹു രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് അവരുടെ പേരുകളിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗദാ, പത്മം ഇതിലെല്ലാം തന്നെ എന്താണ് സ്ഥാനങ്ങളിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർക്ക് അവരുടെ പേരുകളിൽ വ്യത്യാസം വരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പിന്നെ പറയുന്നത്, നിർദ്ദേശത്തിന്റെ അതീവ രഹസ്യമായ ഭാഗം എന്നത് പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യങ്ങളുടെ കൂടെ ഭഗവാന്റെ വ്യത്യസ്ത പൂർണ്ണാംശ വിസ്തരണങ്ങളായ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവരെ സദാ സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കുന്നതിൽ തന്നെ നമ്മൾ ഈ എല്ലാവരെയും നമ്മൾ അവരെ കൂടെ പ്രകീർത്തിക്കുന്നു, സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നുകൂടി പറയാം. എന്താണ് പഞ്ചരാത്ര വിധിയെ കുറിച്ച് പറയുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പഞ്ചരാത്ര വിധി അനുസരിച്ചിട്ടാണ്. കാരണം നമ്മളെ ഭഗവാന് വിഗ്രഹ രൂപത്തില് എന്താണ് ഭഗവാൻ സ്വയം ഭഗവാനാണ് വിഗ്രഹ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന ഉദ്ദേശത്തിൽ ഭഗവാനാണ് എന്നതുപോലെയാണ് നമ്മൾ ഭഗവാൻ എന്താണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭഗവാന് വസ്ത്രം നൽകും, എന്താണ് ഭോഗം നൽകും, എല്ലാ അലങ്കാരങ്ങൾ ചെയ്യും. ഇതെല്ലാം സ്വയം ഭഗവാനാണ് ആ വിഗ്രഹത്തിൽ ഉള്ളത്, സ്വയം ഭഗവാനാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്, സേവ ചെയ്യുന്നു. പിന്നെ ഓങ്കാരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താണ് ശുകദേവ ശൗനകാദി ഋഷികൾ സുതഗോസ്വാമിയോട് ചോദിക്കുന്ന ആ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് അതിൽ ശ്രേഷ്ഠം ഉത്തരം എന്ന് പറയുന്നത് ഭക്തിയുത ഭഗവത് സേവനമാണ്. ഭക്തിയുത ഭഗവത് സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. മാതാജി ആ 14 കാര്യങ്ങളില് എല്ലാം കിട്ടിയില്ല മാതാജി. 14 കാര്യങ്ങള് പറയാം മാതാജി. ഒന്നെന്ന് പറയുന്നത് സദാ കൃപ, 2 മഹത് സേവ, 3 പറയുന്നത് ശ്രദ്ധ, 4 ഗുരുപാദാശ്രയ, 5 ഭജനേഷു സ്പൃഹ, അടുത്തത് ഭക്തി, അത് കഴിഞ്ഞ് 7-മത്തത് അനർത്ഥാപഗമം, 8 നിഷ്ഠ, 9 രുചി, 10 ആസക്തി, 11 രതി, 12 പ്രേമ, 13 ദർശനം, 14 ഹരേർ മാധുര്യാനുഭാവ. ഹരേർ മാധുര്യാനുഭാവ എന്നാണ് അവസാനത്തത്. അതായത് ഭഗവാന്റെ മാധുര്യം നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നത്. നാരദ മഹർഷിക്ക് അത് കിട്ടിയായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. കിട്ടി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. നല്ല ക്ലാസ് ആയിരുന്നു മാജി, വളരെ നന്ദി മാജി. പഞ്ചരാത്ര വിധി നാരദൻ ആരിൽ നിന്നൊക്കെ പഠിച്ചു? ഒന്ന് ശിവഭഗവാൻ, വേറൊന്ന് നരനാരായണ ഋഷിമാരെന്ന് ബദരികാശ്രമത്തിൽ നാരദ മഹർഷി ചെന്നിട്ട് ചോദിക്കുന്ന സമയം അവിടെ ഒരുപാട് ഋഷിമാരും ഉണ്ടാവും, നാരദ മഹർഷിയും ഉണ്ട്.
അപ്പോൾ നരനാരായണ ഋഷിമാരാണ് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം. രണ്ടാമത് ശിവഭഗവാൻ അല്ലേ? രണ്ടാമത് ശിവ ഭഗവാനിൽ നിന്നും നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്ദി മാം, വളരെ നല്ല ക്ലാസ്. हरे कृष्ण हरे कृष्ण हरे कृष्ण माताजी दंडवत प्रणाम माताजी. हरे कृष्ण. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മാതാജി ഹരേ അത് കൃഷ്ണ. ശ്ലോകത്തിലുണ്ടല്ലോ അല്ലയോ? ഈ 14 കാര്യങ്ങളും ശ്ലോകത്തിലുണ്ടല്ലോ അല്ലേ? ശ്ലോകത്തില് പറഞ്ഞിട്ടില്ല മാതാജി. ഈ ശ്ലോകത്തില് പ്രേമ ഭാവത്തിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്രമേ പറഞ്ഞു. ശരി. ശരിയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹത്തത്വം ഉണ്ടല്ലോ, മഹത്തത്വം. പിന്നെ ഇവര് ഏതൊക്കെ ഗുണത്തിന്റെ പ്രതിനിധികളാണ്, അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? മഹത്വത്വമാണ് ഭഗവാന്റെ ആദ്യം ഭഗവാന്റെ ദൃഷ്ടി പതിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒരു അവബോധം ഉണ്ടാകുന്നു. അതിനെയാണ് മഹത്വത്വം എന്ന് പറയുന്നത്. അതിനെ വീണ്ടും ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയുന്നത്. സത്വഗുണത്തിന്റെ ആ മഹത്വത്വത്തിന്റെ ആദ്യ ദേവത എന്ന് പറയുന്നതാണ് വാസുദേവൻ. ഈ 4 ചതുർവ്യൂഹങ്ങളിലുള്ള വാസുദേവൻ എന്ന് പറയുന്നത് മഹത്വത്വത്തിന്റെ ആദ്യ ദേവതയാണ്. അത് കഴിഞ്ഞിട്ട് സത്വഗുണത്തിന്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് അനിരുദ്ധനാണ്. രജോ ഗുണത്തിൻ്റെത് പ്രദ്യുമ്നൻ. പിന്നെ തമോ ഗുണത്തിൽ നിന്നാണ് നമുക്ക് ഈ ആകാശത്തിന്റെയും ശ്രവണ ബോധത്തിന്റെയും ഉൽപ്പത്തിക്ക്, എല്ലാ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം അതാണ് സംഘർഷനിൽ നിന്ന്. ഹരേ കൃഷ്ണ പ്രഭു. ഇതാണ് പ്രഭു ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ രസവാണി മാതാജി. നല്ല ക്ലാസ്, നന്നായിട്ട് കാര്യം. അതായത് പാഞ്ചരാത്ര വിധി പ്രകാരം ഇത് നരനാരായണൻ കിട്ടിയതെന്നുള്ളത് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അതൊരു വലിയ. പിന്നെ ഈ സംഘർഷണ രൂപത്തിൽ, അതായത് ദശയാഗത്തിന് ഇരിക്കുമ്പോ ശിവൻ ആ സംഘർഷണ രൂപത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ദശൻ വരുന്നത് കാണാത്തതും മാനിക്കാത്തതും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ വാസുദേവൻ, സംഘർഷം, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവരുടെ പ്രത്യേകതകൾ കുറെ ഉണ്ടല്ലോ അല്ലെ? എങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായിപ്പോ എന്നുള്ളത്. പിന്നെ ഉള്ളത് ഏറ്റവും നയനാനന്ദകരമായ ഒരു കാഴ്ചയായിരുന്നു എനിക്ക് നിങ്ങളിലൂടെ കിട്ടിയിരുന്നു. ഭാര്യയും ഭർത്താവും ഒത്തിരുന്ന്, അതായത് പതിയും പത്നിയും ഒത്തിരുന്ന് സേവ ചെയ്യുന്നത് ഒരു പ്രത്യേക രസമാണ് കാണാൻ. നയനാനന്ദകരം, ഹൃദയാനന്ദകരം എന്നൊക്കെ പറയും. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. അവിടെ വിനയം, അനുസരണ എല്ലാം പ്രകടമാകും. അത് കാണുന്നത് ഒരു സന്തോഷമാണ്. അതിപ്പോ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മുടെ കുടുംബമാകുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പിണക്കം എല്ലാം ഉണ്ടാകും. പക്ഷെ ഇങ്ങനത്തെ പരിപാടികൾ ഇപ്പൊ നമ്മളിവിടെ സേവ ചെയ്യുന്നവർ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കുക്ക് ചെയ്യുന്നവരും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഒരു പ്രത്യേക സന്തോഷമാണ്. നമുക്കത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ആ കാഴ്ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇതെല്ലാം അവിടെയുള്ള എല്ലാ ഭക്തന്മാരും ഒക്കെ അറിയാവുന്ന അവരുടെ കൃപയിൽ കൂടി കിട്ടിയതാണ്. കൃപാസാഗർ പ്രഭുവിന്റെ കൂടെ ഇങ്ങനെ ഒരു സേവ എനിക്കും ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അവിടെ എല്ലാ ഭക്തന്മാരുടെയും പോലെ തന്നെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. അതുകൊണ്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ താന്ത്രിക ആൻഡ് പഞ്ചരാത്രിക വിധി പൂജാസ് എന്തെങ്കിലും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ മാജി? പാഞ്ചരാത്രിക വിധി അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാന് നമ്മള് വസ്ത്രം കൊടുക്കുക വെച്ചാൽ നമ്മൾ വസ്ത്രം കൊടുക്കും. ഭഗവാന് ഭോഗം കൊടുക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭോഗം കുക്ക് ചെയ്ത് നമ്മൾ അത് അങ്ങനെ കൊടുക്കും. എല്ലാം നമ്മൾ ഡയറക്റ്റ് ഭഗവാന് കൊടുക്കും. അലങ്കാരം ചെയ്യുമ്പോൾ ഭഗവാന് നമ്മൾ അലങ്കാരങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ ജഗന്നാഥ് ഭഗവാൻ അവിടെ ചെയ്യുന്നു, പകിടി കെട്ടുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ഭോഗം തയ്യാറാക്കുന്നു. ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ഭഗവാൻ അങ്ങനെ തന്നെ കൊടുക്കും. പക്ഷെ താന്ത്രിക വിധി പ്രകാരം അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ എല്ലാം മുദ്രകൾ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എനിക്ക് അതിന്റെ ഒരു വ്യത്യാസം. പിന്നെ എല്ലാ മന്ത്രങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്.
കുറച്ചും കൂടി ക്ലാരിഫിക്കേഷനോടെ ഞാൻ കൃപാസാഗർ പ്രഭുവിനോട് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താന്ത്രിക വിധി പ്രകാരം പാഞ്ചരാത്രിക വിധി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 6 മാസം താന്ത്രിക വിധി പ്രകാരവും 6 മാസം പാഞ്ചരാത്രിക വിധിയാണെന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, ശരിയാണോ, എന്തുവാണ്? ഇല്ല. ഹരേ കൃഷ്ണ മാതാജി, അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ശരിക്കും നമ്മുടെ ഇസ്കോണിൽ നിന്നുള്ള ഭക്തന്മാരിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ള അറിവനുസരിച്ച് താന്ത്രിക വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ര രീതിയിൽ ഭഗവാനെ ഉപാസിക്കുന്നത്, മുദ്രകൾ കാണിച്ച്. ഇപ്പം നമ്മൾ ഒരു പുഷ്പം ഭഗവാൻ അർപ്പിച്ചിട്ട് പറയും ഇതം വസ്ത്രായ നമഃ എന്ന് കഴിഞ്ഞാൽ ഭഗവാൻ വസ്ത്രം കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കും. ഇതം ഭോജ്യം ഇതം മമ എന്ന് പറയും. ഭോജ്യം ഇത് അങ്ങേക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഭോജ്യം, ആഹാരം ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് എന്താണ് പൂക്കൾ അങ്ങനെ ആക്കും. പക്ഷെ ആ മന്ത്രത്തിൽ കൂടെ ഭഗവാന് ആ സാധനങ്ങൾ കൊടുക്കുന്നതിനാണ് മന്ത്രം. പക്ഷെ താന്ത്രിക വിധി പ്രകാരം. പക്ഷെ പഞ്ചരാത്ര വിധി പ്രകാരം അങ്ങനെയല്ല. പഞ്ചരാത്ര വിധി പ്രകാരം നമ്മൾ എന്താണ് നമ്മളിപ്പം കഴിക്കുന്നത് അതുപോലെ, അതായത് ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഈ ഭഗവാനെ സേവിക്കും. ഭഗവാന് ഭോഗം കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ വിഭവവും, പായസവും സാമ്പാറും മോരും ഇങ്ങനെ എല്ലാ രീതിയിലും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. ഇതാണ്, അതായത് പ്രേമത്തോടുകൂടിയുള്ള കുറച്ചുകൂടെ പ്രേമം ഭഗവാനോട് കാണിക്കുന്നു. ഇത് ശരിക്കും നമ്മുടെ വൃന്ദാവനത്തിലൊക്കെ ആ രീതിയാണ് ആ ഗോസ്വാമിമാര് ഫോളോ ചെയ്യുന്നതും ആ രീതിയാണ് പഞ്ചരാത്രി. അതാണ് എല്ലാം ആസ് യൂഷ്വൽ അതുപോലെ നമ്മൾ അങ്ങ് ചെയ്യും. ഭഗവാൻ നമ്മൾ ഉറക്കും ബെഡിലേക്ക് കിടത്തിയിട്ട് നമ്മൾ ഉറക്കും. ബെഡ് വെച്ചിട്ട് നമ്മൾ അതിന് ഭഗവാനെ കിടത്തിയിട്ട് നമ്മൾ ഉറക്കും. പക്ഷെ നമ്മളെ താന്ത്രിക വിധി പ്രകാരം അങ്ങനെയല്ല. ഭഗവാനെ അതേ കണക്ക് തന്നെ നിർത്തിയിട്ട് അത് ഉറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ആ ഉത്സവം നിർത്തി അല്ലെങ്കിൽ നമ്മുടെ ആ ഭഗവാനെ കിടന്നു. ആ രീതിയിലാണ് പഞ്ചരാത്രി വിധിക്കുക. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശരിയാ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മിനിമാജിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മിനിമാജിക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി. ഹരേ കൃഷ്ണ. അല്ല, എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ 6 മാസം അതുപോലെ തുളു ബ്രാഹ്മണരും 6 മാസം മറ്റേ ഇവരുമാണല്ലോ പൂജ ചെയ്യുന്നത്. അപ്പൊ 6 മാസം പാഞ്ചരാത്രി വിധിപ്രകാരവും 6 മാസം താന്ത്രിക വിധിപ്രകാരവുമാണെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ അത് എന്തുവാണ്, എനിക്ക് അതൊന്ന് ക്ലിയർ. കേട്ടോ മാതാജി? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. കൃപാസാർ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇനി പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് ആവാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ദണ്ഡവത് പ്രണാംസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എല്ലാം എന്താണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഗുരു മഹാരാജിന്റെ ഭഗവാന്റെ കൃപ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമുക്ക് നിർത്തിയാലോ മാതാജി? പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय. श्रील प्रभुपाद की जय. महाराज की जय. हरे कृष्णा. Thank you, Maji. Hare Krishna.